വീണ്ടും ഫ്ലേമിംഗ് തിങ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ധനുഷിൻ്റെ പുതിയ ചിത്രമായ രായൻ ഞാൻ ഇന്ന് പോയി കണ്ടിരുന്നു. അപ്പോൾ ആ ചിത്രത്തെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഒരു കാര്യം പറയാം, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്താൽ ഞങ്ങളുടെ വീഡിയോകളൊക്കെ വളരെ പെട്ടെന്ന് യൂട്യൂബിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ഈ ചിത്രത്തിൻ്റെ പ്രൊഡക്ഷൻ സൺ പിക്ചേഴ്സ് ആണ്, പ്രൊഡ്യൂസർ കലാനിധി മാരൻ. അതുപോലെ ഈ സിനിമയുടെ സ്റ്റോറി, ഡയറക്ഷൻ, സ്ക്രീൻ പ്ലേ, ഡയലോഗ് എല്ലാം തന്നെ നമ്മുടെ ആക്ടർ ധനുഷാണ്. അതുപോലെ ഇതിൻ്റെ സിനിമോട്ടോഗ്രാഫി ഛായാഗ്രാഹകൻ ഓം പ്രകാശാണ്. ഈ സിനിമയുടെ മ്യൂസിക് AR റഹ്മാനാണ് ചെയ്തിരിക്കുന്നത്. ഈ സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് ധനുഷ്, സന്ദീപ് കിഷൻ, കാളിദാസ് ജയറാം തുടങ്ങിയവരാണ്. അവരെ കൂടാതെ സെൽവരാഘവൻ, പ്രകാശ് രാജ്, SJ സൂര്യ, ശരവണൻ, അങ്ങനെ ഒരു നീണ്ട നിര തന്നെ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന ആക്ട്രസസ് ദുഷറ വിജയൻ, അപർണ ബാലമുരളി, വരലക്ഷ്മി ശരത് കുമാർ, അനിക സുരേന്ദ്രൻ തുടങ്ങിയവരാണ്. ആദ്യം തന്നെ ഈ സിനിമയുടെ മ്യൂസിക്കിനെ കുറിച്ച് പറയാം. AR റഹ്മാൻ ഇതിന് ഗംഭീര മ്യൂസിക്കാണ് കൊടുത്തിരിക്കുന്നത്. ഗംഭീര മ്യൂസിക് പറഞ്ഞാൽ തീപ്പൊരി മ്യൂസിക്, ഭയങ്കര BGM ഒക്കെയുള്ള മ്യൂസിക് ഉണ്ടല്ലോ, അതാണ് അദ്ദേഹം ഇതിൽ പരീക്ഷിച്ചിരിക്കുന്നത്. അതായത് ഇന്നത്തെ ജനറേഷൻ അനുസരിച്ചുള്ള ഒരു മ്യൂസിക്കാണ് അദ്ദേഹം ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ സാധാരണയായിട്ട് AR റഹ്മാൻ ഇപ്പോൾ റോജ, അതേപോലെ ബോംബെ, ഇന്ത്യൻ 1 അങ്ങനത്തെ സിനിമകളിലൊക്കെ മ്യൂസിക്കുകളുണ്ടല്ലോ, ആ രീതിയിലല്ല അദ്ദേഹം ഇതിൽ പരീക്ഷിച്ചിരിക്കുന്നത്. ഇന്നത്തെ ജനറേഷൻ അനുസരിച്ച്, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ അനിരുദ്ധ് സംഗീത സംവിധാനം നിർവഹിച്ച ജയിലറിലൊക്കെ കണ്ടില്ലേ, ഗംഭീര BGM ഒക്കെ ഇല്ലേ, അതുപോലത്തെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും അതേപോലെ സോങ്സിനുള്ള മ്യൂസിക്കുകളും ഒക്കെയാണ് AR റഹ്മാൻ ഈ സിനിമയിൽ കൊടുത്തിരിക്കുന്നത്. ഇതിലൊരു പ്രണയഗാനമുണ്ട്, പക്ഷെ അതിന് ഞാനിപ്പോൾ പറഞ്ഞ പോലെ പണ്ടത്തെ പോലത്തെയുള്ള ഒരു മ്യൂസിക് അല്ല AR റഹ്മാൻ പരീക്ഷിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിൽ വളരെ സെൻറ്റിമെൻസായ ഗാനങ്ങളുണ്ട്, അതിനൊക്കെ നല്ല മ്യൂസിക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗംഭീര BGM ആണ്. ഓരോ പാട്ടുകൾക്കും ആ മ്യൂസിക് കൂടി അങ്ങോട്ട് പൊങ്ങി വരുമ്പോൾ തീ പാറുന്ന പോലത്തെ ഒരു അവസ്ഥയാണ് തിയേറ്ററുകളിൽ കാണുന്നത്. ഇനി ആദ്യം തന്നെ ഇതിലെ പ്രധാന കഥാപാത്രമായ രായനെ കുറിച്ച് പറയാം. ധനുഷ് ആ ഒരു കഥാപാത്രത്തിൽ ഈ സിനിമയിലുടനീളം തിളങ്ങി നിൽക്കുകയാണ്. ധനുഷിൻ്റെ ഇതിലെ വേഷമെന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അച്ഛനമ്മയൊക്കെ ഇല്ലാതെ സഹോദരങ്ങളെ നോക്കേണ്ടി വരുന്ന ഒരു ചേട്ടൻ്റെ സാഹചര്യം ഉണ്ടല്ലോ. ആ സാഹചര്യം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു പക്ഷി അതിൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ അതിൻ്റെ ചിറകിൽ ഇങ്ങനെ കൂട്ടിപ്പിടിക്കില്ലേ, അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? അത് മറ്റു ജീവികളിൽ നിന്ന് അവയെ സംരക്ഷിക്കാൻ, പിന്നെ അവയ്ക്ക് എപ്പോഴും താനാണ് എല്ലാമെന്ന് ഒരു മനസ്സിൽ തോന്നിപ്പിക്കാൻ, അതുപോലെ അവയ്ക്ക് ചൂട് പകരാൻ. അതുപോലത്തെ ഒരു ചേട്ടനാണ് ഈ സിനിമയിൽ ധനുഷ്. ഈ സിനിമയുടെ ആദ്യം മുതൽ അവസാനം വരെ ധനുഷിൻ്റെ കണ്ണ് ശ്രദ്ധിക്കുക. കണ്ണിൽ മൊത്തം ഫുള്ള് സീരിയസ് ആണ്. ഇത്രയും സീരിയസ് ആയിട്ട് ധനുഷ് ചെയ്ത സിനിമകൾ ഇതിനു മുമ്പ് ഉണ്ട്. പക്ഷേ ഒരു ചേട്ടൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ആള് ആ കണ്ണുകളിൽ നോക്കുക തന്നെ വേണം. എപ്പോഴും പ്രൊട്ടക്ഷൻ്റെ കണ്ണുകളാണ്, ഒരു സ്നേഹത്തിൻ്റെ കണ്ണുകളാണ്. അതേപോലെ അവർക്ക് എപ്പോഴും നല്ല ഒരു ഭാവി ചിന്തിക്കുന്ന ഒരു ചേട്ടനായിട്ടാണ് ധനുഷ് ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. അത് പുള്ളി ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്, അതിലൊന്നും പറയാനില്ല. ധനുഷിൻ്റെ അഭിനയം ഗംഭീരമാണ്. ധനുഷിൻ്റെ കാര്യം പറയുന്നതിന് മുമ്പ് ഞാൻ മറ്റൊരു കാര്യം പറയേണ്ടതായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ, ധനുഷിൻ്റെ കുട്ടിക്കാലം ഇതിൽ കാണിക്കുന്നുണ്ട്. ആ കുട്ടിക്കാലത്ത് ധനുഷിനെ അവതരിപ്പിച്ച ആ പയ്യൻ നന്നായിട്ട് തന്നെ, അവിടെയും ഒരു ചേട്ടൻ്റെ സ്ഥാനം ഫുള്ളായി നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അത് നന്നായിട്ട് തന്നെ ആ പയ്യൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ദുഷറ വിജയൻ, ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട 2 കഥാപാത്രങ്ങൾ, ഒന്ന് ധനുഷാണ്, മറ്റൊന്ന് ദുഷറ വിജയനാണ്. അതായത് ധനുഷിൻ്റെ അനിയത്തിയായി വരുന്ന ക്യാരക്ടറാണ് ദുഷറ വിജയൻ ചെയ്തിരിക്കുന്നത്. ഗംഭീരമായിട്ടുണ്ട് കേട്ടോ, എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, നേര് സിനിമയിൽ അനശ്വര രാജൻ ചെയ്ത കഥാപാത്രം എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടല്ലോ. ആ രീതിയിലല്ല ഇതിൽ. ഞാനിപ്പോൾ നേരത്തെ ധനുഷിനെ കുറിച്ച് പറഞ്ഞില്ലേ, ഒരു നല്ല ചേട്ടൻ, അതേപോലെ ഒരു നല്ല അനുജത്തിയുടെ റോളാണ് ദുഷറ വിജയൻ ചെയ്തിരിക്കുന്നത്. ഈ ദുഷറയ്ക്ക് ഈ സിനിമയിൽ വയലൻസ് അടക്കമുണ്ട്, അതായത് ആക്ഷൻ രംഗങ്ങളടക്കമുണ്ട്. അത് ആ കുട്ടി ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, ആ ക്യാരക്ടറും ഇഷ്ടപ്പെട്ടു, അത് ചെയ്ത വിധവും ദുഷറ നന്നായി ചെയ്തിട്ടുണ്ട്. അത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു.
കാരണം എന്താണെന്ന് വെച്ചാൽ ചില സന്ദർഭങ്ങളിൽ ചേട്ടനെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ വരികയാണെങ്കിൽ അവരോട് എങ്ങനെ ഈ ഒരു അനുജത്തി ക്യാരക്ടർ പ്രതികരിക്കുന്നു എന്നുള്ളത് ആ കുട്ടി വളരെയധികം പ്രതിഫലിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, ചേട്ടന് ചില സന്ദർഭങ്ങളിൽ ജീവൻ കൊടുക്കുന്നത് പോലും ഈ അനുജത്തി കഥാപാത്രമാണ്. ഗംഭീരമാക്കി ആ കുട്ടി ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്തത് കാളിദാസ് ജയറാമും സന്ദീപ് കിഷാനുമാണ്. അവർ രണ്ടുപേരും ഇതിൽ ധനുഷിനെ കൂടാതെ പ്രധാന കഥാപാത്രങ്ങളാണ്, ഹീറോസാണ്. അപ്പോൾ കാളിദാസ് ജയറാം ഈ സിനിമയിൽ അവസാനം വരെയും ഉണ്ട്. അത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇന്ത്യൻ 2-ലൊക്കെ ചെറിയ സീനിലൊക്കെ കാളിദാസിനെ തമിഴിൽ കാണിക്കുന്നുള്ളൂ. പക്ഷേ ഈ സിനിമയിൽ അങ്ങനെയല്ല, ആദ്യം മുതൽ അവസാനം വരെ ആളുണ്ട്. അതേപോലെ ആക്ഷൻ രംഗങ്ങളുണ്ട്. പിന്നെ അങ്ങേർക്ക് കൊടുത്ത വേഷം കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് സന്ദീപ് കിഷാനും. പിന്നെ സെൽവരാഘവൻ, അത് ശരിക്ക് യഥാർത്ഥത്തിൽ ധനുഷിൻ്റെ മൂത്ത സഹോദരനാണ് ഈ സെൽവരാഘവൻ. അങ്ങേരുടെ വേഷം ഒരു ശാന്തമായ രീതിയിലുള്ള വേഷമാണ്, അത് അങ്ങേര് കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രകാശ് രാജ് പോലീസ് വേഷത്തിലാണ്. അദ്ദേഹം വന്നിട്ട് ഈ സിനിമയിൽ ഫൈറ്റ് സീൻ അങ്ങനെയൊന്നുമില്ല, പക്ഷേ പ്രകാശ് രാജിൻ്റേതായ ഒരു രീതിയിലുള്ള റോളുണ്ടല്ലോ, അത് അങ്ങേര് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സിനിമയിലെ വില്ലന്മാരെന്ന് പറയുന്നത് ശരവണനും എസ് ജെ സൂര്യയുമാണ്. ശരവണന് കുറച്ച് സമയമേ ആ സിനിമയിൽ വരേണ്ടി വരുന്നുള്ളൂ, അയാൾ കുഴപ്പമില്ല ചെയ്തിട്ടുണ്ട്. പക്ഷേ എസ് ജെ സൂര്യ ഈ സിനിമയുടെ അവസാനം വരെയുണ്ട്. എസ് ജെ സൂര്യയുടേതായ രീതിയിൽ അങ്ങേര് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ മാർക്ക് ആൻ്റണി സിനിമയൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ എസ് ജെ സൂര്യയുടെ വേഷം എത്രത്തോളാണെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ, ഗംഭീരമായിരുന്നല്ലോ. അത്രയ്ക്കൊരു ഇതിലേക്ക് കൊടുത്തിട്ടില്ല. പക്ഷെ എന്നാലും ആ ക്യാരക്ടർ എങ്ങനെയാണോ അത് പുള്ളി കുഴപ്പമില്ലാതെ പ്രതിഫലിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഈ സിനിമയുടെ ഒരു ഇൻ്റർവെല്ലിൻ്റെ ഭാഗം എത്തുന്നത് മുതൽ ഈ സിനിമയുടെ തലമേ മാറുകയാണ്. ഇനി എന്ത് എന്നൊരു ചോദ്യം ധനുഷിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു ഫോൺ കോൾ കക്ഷിക്ക് വരും. ഇനി എന്താണ് ധനുഷ് ചെയ്യാൻ പോകുന്നതെന്ന്. അതായത് നല്ലൊരു ചേട്ടനാണല്ലോ അങ്ങേര്. അപ്പോൾ ഈ ചേട്ടൻ എല്ലാവരെയും പ്രൊട്ടക്റ്റ് ചെയ്യാനും സ്വയം പ്രൊട്ടക്റ്റഡ് ആവാനും വേണ്ടിയിട്ട് ഇനി എന്ത് ചെയ്യും എന്നൊരു ചോദ്യചിഹ്നം നിൽക്കുമ്പോഴാണ് ആരും പ്രതീക്ഷിക്കാതെ ഇൻ്റർവെല്ലിൻ്റെ സമയത്ത് ഗംഭീര മാസ് ആക്ഷൻ സിനിമയിലേക്ക് കടന്നു വരുന്നത്. അത് നന്നായിട്ട് തന്നെ ആ ഭാഗം നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ട്. അത് നന്നായിട്ടുണ്ട്. നിറഞ്ഞ കയ്യടിയായിരുന്നു തിയേറ്ററിൽ. കാരണം ആ ആക്ഷൻ ഗംഭീര ആക്ഷനാണ്. അപ്പോൾ ഇൻ്റർവെല്ലിൻ്റെ തൊട്ട് മുമ്പ് മുതൽ തുടങ്ങുന്ന ആക്ഷൻ സിനിമയുടെ അവസാനം വരെ ഉണ്ട്. അതായത് ഓരോ സീനും ആക്ഷൻ തന്നെയാണ്. അത് ഗംഭീര ആക്ഷൻ രംഗങ്ങളാണ്. അതിന് നല്ല BGM ഉണ്ട്. അവസാനത്തെ ആ ഒരു ആക്ഷനൊക്കെ AR റഹ്മാൻ്റെ BGMഉം ആ ആക്ഷനും കൂടി ആയപ്പോൾ ഒന്നും പറയാനില്ല, തീ പാറുകയാണ്. ഈ സിനിമയുടെ മൈനസ് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ഇതിൻ്റെ സ്റ്റോറിയിൽ ധനുഷാണ് ഇതിൻ്റെ സ്റ്റോറി എഴുതിയത്. അതുപോലെ സ്ക്രീൻ പ്ലേ, ഡയലോഗ് എല്ലാം ധനുഷാണ്. അങ്ങേര് കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആള് സൂപ്പർ ഡയറക്ടറാണെന്നത് ഈ സിനിമയിൽ തെളിയിച്ചിരിക്കുകയാണ്. പക്ഷെ കഥ എഴുതിയതിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഒരു ഭാഗം കഴിഞ്ഞിട്ട് ഇൻ്റർവെല്ലിന് ശേഷം ധനുഷിന് ഒരു വമ്പൻ ദ്രോഹം വരുന്നുണ്ട്, ഒരു വലിയ വഞ്ചന വരുന്നുണ്ട്. ആ വഞ്ചനയുടെ ഭാഗം നമുക്ക് എത്ര ആലോചിച്ചാലും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു വഞ്ചനയാണ്. അതൊരു വളരെ ഒരു കുറവായിട്ട് ഈ സിനിമയിൽ എനിക്ക് തോന്നി. മറ്റതെല്ലാം ഓക്കെ, ഈ വയലൻസും ഒരുപാടുണ്ട്, വയലൻസും ലേശം കുറയ്ക്കാമായിരുന്നു. പക്ഷേ എനിക്ക് പ്രധാനമായിട്ടും തോന്നിയത് ഈ ഒരു സ്റ്റോറിയിലുള്ള ഈ ദ്രോഹത്തിൻ്റെ അതിന് പറയുന്ന കാരണം അതൊരു പോരാ, കാരണം അത്ര പോരാ. അതുകൊണ്ട് അത് അവസാനം വരെ എനിക്ക് ഇഷ്ടമായില്ല. അത് ഈ സിനിമയുടെ അവസാനം വരെ ആ ദ്രോഹം ഉണ്ട്. അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല, സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കഥ പറയണ്ട എന്ന് കരുതിയിട്ടാണ് അതൊന്നും പറയാത്തത്. അതെനിക്ക് ഇഷ്ടമായില്ല. എനിക്ക് പിന്നെ കുറച്ചൊക്കെ കഥയൊക്കെ എഴുതാൻ അറിയാം. അതുകൊണ്ട് തന്നെ ഈ സിനിമയിലെ ആ ഭാഗം എനിക്ക് വേറെ രീതിയിൽ എടുത്താൽ നന്നായിരുന്നു എന്ന് തോന്നി. ഇപ്പോൾ അതായത് ധനുഷിന് വരുന്ന ആ ദ്രോഹത്തിന് ഒരു വളരെ ഹാർട്ടിൽ തട്ടണ ഒരു ലോജിക്ക് വേണം. ഇന്ന കാരണം കൊണ്ടാണ് ഈ ദ്രോഹം ഇവർ ചെയ്തത് ധനുഷിനോട് എന്നൊരു കാരണം പറയാൻ വേണം. അല്ലെങ്കിൽ എതിർപക്ഷത്തെ പറ്റിക്കാൻ വേണ്ടി ഒരു ദ്രോഹം ക്രിയേറ്റ് ചെയ്തതുപോലെ എടുക്കാമായിരുന്നു. അങ്ങനെ എടുത്തിരുന്നെങ്കിൽ ഈ സിനിമ എവിടെയോ എത്തുമായിരുന്നു. ഇതിലെ എല്ലാ ക്യാരക്ടറെയും നമുക്ക് മനസ്സിൽ ഉൾക്കൊള്ളാൻ പറ്റുമായിരുന്നു. ചില ക്യാരക്ടറുകളെ നമുക്ക് മനസ്സിൽ ഉൾക്കൊള്ളാൻ പറ്റാതായ നിങ്ങൾ സിനിമ കാണുമ്പോൾ അറിയാം. പക്ഷേ അത് ആ രീതിയിൽ എടുക്കാമായിരുന്നു. എതിർപക്ഷത്തെ പറ്റിക്കുന്ന രീതിയിൽ അവർ ദ്രോഹം ചെയ്യുന്ന പോലത്തെ ഒരു ഇത് വെക്കണമായിരുന്നു. അത് ഇവർ പോരാ, അതെനിക്ക് ഇഷ്ടമായില്ല.
അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് തന്നെ ഇതിൽ ചേട്ടൻ അനുജത്തി സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ, അതുപോലെ ധനുഷ് എങ്ങനെ അവരെ പ്രൊട്ടക്റ്റ് ചെയ്ത് സ്നേഹിച്ച് അവരെ വളർത്തി വലുതാക്കുന്ന അങ്ങനത്തെ കാര്യങ്ങളാണ് ഈ സിനിമയിൽ പറയുന്നത്. പക്ഷേ ഈ ഒരു വിഷയം വന്നതുകൊണ്ട് അതൊരു അങ്ങോട്ട് യോജിക്കാത്ത പോലെ ആയിപ്പോയി. അത് ധനുഷ് ആ ഭാഗം ഈ രീതിയിൽ ഞാൻ പറഞ്ഞ രീതിയിൽ മാറ്റി, അല്ലെങ്കിൽ അദ്ദേഹത്തിന് തോന്നിയ വേറെ ഏതെങ്കിലും രീതിയിൽ മാറ്റി എഴുതാമായിരുന്നു. അത് മാത്രം എനിക്ക് ഈ സിനിമയിൽ പോരായ്മ തോന്നി. അല്ലാതെ ഈ സിനിമ നമുക്ക് കാണാൻ യാതൊരു പൈസ കൊടുക്കുന്ന പൈസയ്ക്കുള്ള ഇരട്ടിക്ക് മേലെയുള്ള ഒരു കാഴ്ച ഈ സിനിമയ്ക്ക് ഉണ്ട്. അത് ഞാൻ പറയാതിരിക്കാനാവില്ല. സിനിമ കുഴപ്പമില്ല. ഈ സിനിമയ്ക്ക് എ സർട്ടിഫിക്കറ്റാണ് സെൻസർ ബോർഡ് കൊടുത്തിരിക്കുന്നത്. അഡൾട്ട്സ് ഓൺലി കാണാനുള്ള ഒരു സർട്ടിഫിക്കറ്റാണ് സെൻസർ ബോർഡ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഈ സിനിമയിൽ കുറച്ച് അശ്ലീലപരമായ രംഗങ്ങളൊക്കെ കുറേ ഉണ്ട്, അതുകൊണ്ടായിരിക്കാം അങ്ങനെ കൊടുത്തതെന്ന് ഞാൻ ആദ്യം വിചാരിച്ചു. പക്ഷെ അതല്ല സംഭവം. ഈ സിനിമയ്ക്ക് എ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ കാരണം ഈ സിനിമയിൽ മുഴുവൻ വയലൻസ് ഉണ്ട്. അപ്പോൾ വയലൻസിൻ്റെ അതിപ്രസരം കൊണ്ടാണ് അവരതങ്ങനെ കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഞാൻ നോക്കിയിട്ട് ഇപ്പം ജയിലർ, അതുപോലെ രത്നം എന്നൊരു സിനിമ വന്നു, അങ്ങനത്തെ സിനിമകളിലൊക്കെ വരുന്ന പോലത്തെ ഒരു വയലൻസ് അല്ല. പക്ഷെ അതേസമയം സിനിമ ഫുള്ളും ചോരക്കളി തന്നെയാണ് കേട്ടോ. ചോരക്കളി പറഞ്ഞാൽ ചോരയുടെ കളി തന്നെയാണ് സിനിമയിൽ. ഒരു ഇൻ്റർവെല്ല് മുതൽ പറയുകയാണെങ്കിൽ, ആദ്യം മുതലേ അങ്ങനെ തന്നെ ആണെങ്കിലും ഇൻ്റർവെല്ലിൻ്റെ തൊട്ട് അവിടുന്ന് അങ്ങോട്ട് സിനിമ മുഴുവൻ മാസ് ഫിലിമാണ്. ഗംഭീര ഫൈറ്റ് സീനുകളാണ്, ഒന്നും പറയാനില്ല. പക്ഷേ നല്ലപോലെ ചോരക്കളി ഉണ്ട്, അതുകൊണ്ടാണ് അവർ അങ്ങനെ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഫാമിലി ആയിട്ട് ഈ സിനിമ പോയി കാണാൻ യാതൊരു കുഴപ്പമില്ല. പക്ഷെ കുട്ടികളുമായിട്ട് പോകണ്ട എന്ന ഒരു നിലയ്ക്കാണ് അവർ അഡൾട്ട്സ് എന്ന ഒരു ഇത് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഈ വയലൻസ് മറ്റ് സിനിമകളിലും ഉള്ളതുകൊണ്ട് ഫാമിലി ആയിട്ട് പോയി കാണുന്നതിൽ കുഴപ്പമൊന്നുമില്ല. എനിക്കങ്ങനെ വലിയ ഇതൊന്നും തോന്നിയിട്ടില്ല. പക്ഷേ എന്നാലും ഒരു വയലൻസ് നന്നായിട്ടുണ്ട്, അത് ഞാൻ പറയാതിരിക്കാൻ വയ്യ. നിങ്ങൾ സഹോദരങ്ങളെ സ്നേഹിക്കുന്നവരാണെങ്കിൽ, മാനിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെടും. കാരണം ഈ സിനിമയുടെ ഹൈലൈറ്റ് തന്നെ സഹോദരബന്ധ സ്നേഹമാണ്. പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്നത് സഹോദരബന്ധം പറഞ്ഞാൽ ചേട്ടൻ അനുജത്തി തമ്മിലുള്ള ആ ഒരു ബന്ധമാണ് കേട്ടോ. ഇതിൽ വേറെയും ഭാഗങ്ങൾ വരുന്നുണ്ട്, അതെനിക്ക് ഇഷ്ടമായില്ല, അത് ഞാൻ പറയുന്നില്ല. പക്ഷേ ഏട്ടനും അനുജത്തിയും നന്നായിട്ട് തന്നെ ഈ സിനിമയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ആക്ഷൻ രംഗങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കാരണം ആ ഇൻ്റർവെല്ലിൻ്റെ തൊട്ട് മുമ്പ് മുതൽ തുടങ്ങുന്ന ആ മാസ് ആക്ഷൻ രംഗങ്ങൾ സിനിമയുടെ അവസാനം വരെ AR റഹ്മാൻ്റെ ആ ഗംഭീര BGM കൂടെ തന്നെയുണ്ട്. നന്നായിട്ട് തന്നെ നമുക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ ഒരു നല്ല ചേട്ടൻ്റെയും ഒരു നല്ല അനുജത്തിയുടെയും 2 മണിക്കൂർ 25 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു മുഴുനീള പകർപ്പാണ് രായൻ. വീണ്ടും മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി വരുന്നതുവരെ ഫ്ലേമിംഗ് തിങ്സിൽ നിന്ന് ബൈ.